എത്ര വേഗത്തിലാണ് ഈ മെട്രോ റെയിലിന്റെ പണി തീർന്നത്. ആദ്യം നമ്മൾ ഈ ശ്രീധരൻ സാറിനോട് നന്ദി പറയണം. അയ്യോ, അദ്ദേഹത്തിന്റെ ഇവിടെ പൊന്നാനിയിലല്ലേ, ഈ ട്രെയിൻ ആ വഴി പോവില്ല. ഇപ്പൊ പറയണ്ട, അത് പിന്നെ ഞാൻ കാണുമ്പോ പറഞ്ഞോളാം. ഞാൻ വിചാരിച്ചിപ്പ പറയാം. സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു മെട്രോ ട്രെയിൻ പോലെയല്ലേ? ആണോ? പിന്നെ എവിടുന്നോ പുറപ്പെടുന്നു, ഏതൊക്കെയോ സ്ഥലത്ത് നിർത്തുന്നു, ആരൊക്കെയോ കയറുന്നു. അയ്യോ, അങ്ങനെ എവിടുന്നോ അല്ല, ആലുവെന്നാ പുറപ്പെടുന്നത്. പിന്നെ തോന്നിയെടുത്തൊന്നും നിർത്തില്ല. ആലുവ കഴിഞ്ഞ പിന്നെ കമ്പനിപ്പടി, കളമശ്ശേരി, എടപ്പള്ളി, കലൂർ, അങ്ങനെ അങ്ങനെ. പല ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട്. എന്തു പറ്റി? ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തില് എനിക്കിഷ്ടപ്പെട്ട നോവല് കാട്ടാക്കട തങ്കപ്പൻ്റെ ചാക്കിലാപ്പെട്ട പൂച്ച. അത് വായിക്കാൻ വേണ്ടി എടുക്കും, ഒരു പേജ് വായിക്കും, അടച്ചു വയ്ക്കും. അതെന്താ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സലോമിക്കറിയോ, ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പുലർച്ചെ 3 മണിവരെ പേപ്പറും പേനയായി വെറുതെ കുത്തിയിരിക്കും. ഒരു വരി കവിത പോലും പറ്റില്ല. എന്നാ പിന്നെ ചെറുകഥ ഒന്ന് ട്രൈ ആയിരുന്നില്ലേ? സലോമിക്ക് എൻ്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാൽ എൻ്റെ മനസ്സെൻ്റെ കൺട്രോളിലല്ല. വളച്ചൊടിക്കാതെ കാര്യം പറയാം. സലോമി എൻ്റെ പ്രശ്നം. സലോമിയോടുള്ള സ്നേഹം എനിക്ക് അടക്കി നിർത്താൻ പറ്റുന്നില്ല. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയത്തില്ല. സലോമി പോവാന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കറിയില്ല, സലോമി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. സത്യം പറഞ്ഞാൽ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല. മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അറിയോ? പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. സോറി. നോ പ്രോബ്ലം. Jetzt lernen wir perfekt. Was haben Sie gestern gemacht? Sagen Sie. Was haben Sie gestern gemacht? Sehr gut. Was haben Sie gestern gemacht? Ich habe ആ വാക്കെന്തായിരുന്നു പക്ഷേ? Deutsch. Deutsch gelernt. Gelernt. Danke. Wie geht's dir, Mr. Gopal? അല്ലയോ ഗോപാൽജി, താങ്കൾക്ക് സുഖം തന്നെയല്ലേ? ജർമ്മനാ. വി ഗെറ്റ്സ് ഡിയർ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. എങ്ങോട്ടാ? അസുഖം കൊണ്ട് കൊടുത്തോണ്ട് ഒരു കല്യാണമുണ്ട്, ഭാര്യയുടെ ബന്ധുവിൻ്റെ. പിന്നെ നിന്റെ ജർമ്മൻ ഭാഷയൊക്കെ ഓക്കെ, പക്ഷേ വിസ കിട്ടാൻ വേറെ ഉണ്ടല്ലോ കടമ്പകൾ. നല്ലോണം കാശ് ചിലവാകും. വിസ സംഘടിപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടു കിട്ടണം. അതൊന്നും ഇല്ലാതെ തന്നെ ജർമ്മനിയിലേക്ക് പറക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഗോപാൽജി. എങ്ങനെ? നേഴ്സ്, ഹസ്ബൻഡ് വിസ. ഇത്ര പെട്ടെന്ന് എങ്ങനെയാടാ അങ്ങനെ ഒരു നേഴ്സ്? പഠിക്കുമ്പോൾ ഉള്ള പരിചയം, പിന്നെ വിട്ടുകളഞ്ഞതായിരുന്നു. അവൾക്കിപ്പോൾ ജർമ്മനി ജോലി കിട്ടി. അത് വീണ്ടും വലിയിട്ട് പിടിച്ചു. അപ്പം നീ അവളെ കിട്ടുമോ? കെട്ടും. പക്ഷെ ജർമ്മനി എത്തിക്കഴിഞ്ഞാൽ ആ കെട്ട് ഞാൻ അഴിക്കും. എങ്ങനെ? അല്ല, അവിടെ ജോലിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് തീ നിന്ന് പോരും. പിന്നെ നാട്ടിൽ വന്നിട്ട് അന്തസ്സുള്ളൊരു കുടുംബത്തിൽ നിന്ന് മണി പോലൊരു പെണ്ണ് വേറെ കിട്ടാമല്ലോ. അച്യുതൻ മാഷിൻ്റെ മോൻ തന്നെയാണോ നീ? ഗോപാൽജി, ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കാം. അച്ഛനിടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല. ഒരു ജോലിക്ക് വേണ്ടി ആരെ വേണമെങ്കിലും വഞ്ചിച്ചോ എന്നാണോ അതിൻ്റെ അർത്ഥം? ഇതിലെന്ത് വഞ്ചന? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. രാവിലെ കല്യാണം, വൈകിട്ട് ഡൈവോഴ്സ്, ഇത്രേ ഉള്ളൂ. ഗോപിയേട്ടാ, 10:30 അവര് പുറപ്പെടും, പോവണ്ടേ? ഞാൻ റെഡി. ഇത് ഗോപാൽജിയുടെ വൈഫല്ലേ? അതെ, പ്രകാശനല്ലേ? ആയിരുന്നു. ഇപ്പൊ ആകാശ്, PR ആകാശ്. ആകാശം ഒതുങ്ങില്ല നീ, ബഹിരാകാശ്. അതാ കൂടുതൽ നല്ലത്. ബഹിരാകാശത്ത് തെങ്ങും തൈ നടക്കുന്നവനാ ഇവൻ. അച്ഛാ, ബഹിരാകാശം എന്ന് പറഞ്ഞ സ്പേസ് അല്ലേ? അവിടെ തെങ്ങും തൈയൊക്കെ നടാൻ പറ്റൂ? പറ്റും. നിന്റെ അച്ഛൻ അച്യുത മാഷായിരുന്നെങ്കിൽ ഏത് തൈയും എവിടെ നടാൻ പറ്റും. ഈ മനസ്സെന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനം അല്ലേ സലോമി? എന്തേ? ഇല്ല, ഈ ഫുട്പാത്തിലൂടെ ഞാൻ എത്ര വട്ടം നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു അനുഭൂതി ഇപ്പോൾ സലോമിയോടൊപ്പം നടത്തുന്നു. പോവേണ്ടല്ലോ. വേണ്ട. ഇവിടെ എവിടെയാ താമസം? അതൊരു ബംഗ്ലാവിൽ. ബംഗ്ലാവിൽ ഗോപാൽജി കേട്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, വലിയ മനുഷ്യനാണ്. എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ ഈ സിറ്റിയിൽ വരുമ്പോഴൊക്കെ മൂപ്പറോട് താമസിക്കണമെന്ന് വലിയ നിർബന്ധം. എനിക്ക് ഈ കള്ളും കഞ്ചാവ് അങ്ങനെയുള്ള ചീത്ത സ്വഭാവമൊന്നുമില്ല.
എന്നോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ സ്നേഹത്തിന് മുമ്പിൽ വീണു പോകാത്ത ആരുണ്ട് കുട്ടി? വാസ്തവത്തിൽ പറഞ്ഞ ഒരു അണക്കെട്ട് പൊട്ടി ഒഴുകുന്ന പോലെയുണ്ട്. അണക്കെട്ട് പൊട്ടിയോ? ഏത്? മുല്ലപ്പെരിയാറോ? അല്ല, അത് ഞാനൊരു ഉപമ പറഞ്ഞു. കുറേ കാലം മനസ്സിലടക്കി വെച്ച സലോമിയോടുള്ള ഇഷ്ടം ഒരു അണക്കെട്ട് പൊട്ടി ഒഴുകും പോലെ പുറത്തേക്ക് ചാടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. സലോമിക്ക് സാഹിത്യവാസന ഇത്തിരി കുറവാണല്ലേ? സാഹിത്യം വാസനിക്കോ? വാസന ഈ പുതിയ പുസ്തകങ്ങളൊക്കെ തുറക്കുമ്പോൾ ആ കടലാസിൻ്റെ പ്രിന്റ് ചെയ്ത മഷിയുടെയൊക്കെ ഒരു മണം ഉണ്ടാവാറില്ലേ? അതാണ് സാഹിത്യവാസന. എന്താ 100 rupees തരുമോ? ഒരു 100 രൂപ തരുമോ? ഇത് പറയാനാണോ ഈ ട്രാഫിക്കിന്റെ ഇടയിലൂടെ തന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ലാതെ ഈ അവസ്ഥയിൽ ഇതിന്റെ ഇടയിലൂടെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ സാറേ. പ്ലീസ് ഒരു 100 രൂപ തരൂ. എന്തിനാ? മദ്യപിക്കാനാ. എന്തിനാണോ മദ്യപിക്കുന്നത്? മദ്യപിച്ചില്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല സാറേ. ചമ്മല വല്ലതും തന്നിട്ട് പോടാ പുല്ലേ. ഓളാ വേണ്ടി. മൈൻഡ് യുവർ വേർഡ്സ്. തെണ്ടി നിന്റെ ആപ്പൻ. ആരാ അത്? അത് പഴയൊരു ഫ്രണ്ടാ. ആദ്യം മനസ്സിലായില്ല. അടുത്ത തീപ്പ് ചോദിക്കുക, ആരാടാ സുന്ദരി കുട്ടി? ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാണ്. ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയത്തില്ല. ഈസ് വെരി നൈസ് മാൻ. വിസ എന്നാ കൈ കിട്ടുക? അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. എംബസിലെത്തിയാൽ വിളിക്കും. ബാംഗ്ലൂരിൽ പോയി വേണം വാങ്ങാൻ. വിസയും ടിക്കറ്റ് ഒരുമിച്ചാ കിട്ടുക. അത് കിട്ടിയാലുടനെ സലോമി പോകുമല്ലേ? പിന്നെ അതിനല്ലേ കാത്തിരിക്കുന്നത്. എന്താ പെട്ടെന്ന് ഡള്ളായത്? അല്ല, സലോമി പോണം. പോയല്ലേ പറ്റൂ. പക്ഷെ ഒരു ദിവസം പോലും സലോമിയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അതാലോചിക്കുമ്പോഴാണ്. അവിടെ എത്തി ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോബ് വിസ സംഘടിപ്പിക്കാൻ നോക്കാം. മെയിൽ നേഴ്സിനൊക്കെ അവിടെ നല്ല ഡിമാൻഡാണെന്നാണ് പറയുന്നത്. പിന്നെ ജർമ്മൻ പഠിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശരിയായി വരാൻ ഒരുപാട് സമയമെടുക്കില്ലേ സലോമി? അതുവരെ സലോമിയെ കാണാതെ പിന്നെ എന്ത് ചെയ്യും? നേഴ്സുമാർക്ക് ഫാമിലി വിസയിൽ ഹസ്ബൻഡിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അതൊന്ന് ട്രൈ ചെയ്തൂടെ? അതിന് കല്യാണം കഴിക്കണ്ടേ? അത് കഴിക്കണം. അതിപ്പോൾ നാട് മുഴുവൻ അറിയിച്ച് നടത്തേണ്ട കാര്യമൊന്നുമില്ല. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാൽ നീ അവിടെ എത്തിയ ഉടനെ ഫാമിലി വിസ കിട്ടും. ഞാൻ അന്വേഷിച്ചു. എന്നായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടി വരില്ലേ? പിന്നെന്താ? എന്നാലും പോകാനെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ രജിസ്റ്റർ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ സലോമിക്ക് പ്രയാസമാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. അയ്യോ അങ്ങനെയല്ല. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കാര്യം ആലോചിക്കുമ്പോഴാണ്. അവരൊക്കെ വലിയ സഭാവിശ്വാസികളാണ്. ഫുൾ ടൈം പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്നവർ. ഈ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞേക്കണം. വീട്ടുകാരെ പറ്റി ചോദിച്ചാലോ? ഒരു പള്ളിയിൽ അനാഥ മന്ദിരത്തിൽ വളർന്നാന്ന് പറഞ്ഞാൽ മതി. എന്തൊരു കള്ളനാ! ശ്ശോ. അമ്മച്ചി ഈ കായത്ര മൂത്തിട്ടില്ലാട്ടോ. നിനക്ക് ആ വാഴപ്പിണ്ടി കൂടി എടുക്കാറുന്നില്ലേ? അത് അമ്മച്ചനെ വെട്ടിയാ മതി. പറഞ്ഞ അനുസരിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. കുരിശുമാല എന്തേ? ആ പിന്നെ അപ്പച്ചൻ പേര് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് വായി വന്ന പേര് ഞാനങ്ങ് പറഞ്ഞു. സിൽവസ്റ്റർ. എന്തോന്ന്? സിൽവസ്റ്റർ. സിൽവസ്റ്റർ സ്റ്റാലോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സിൽവസ്റ്റർ. വല്ല ബെന്നിന്നോ ജോണിക്കുട്ടി എന്നൊക്കെ മതിയായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞുപോയി. അപ്പച്ചൻ്റെ പേര് ഗ്രിഗോറിയ സൽസലാവോസ്. ഗ്രിഗറി എന്ന് വിളിക്കും. ഒപ്പത്തിനൊപ്പം നിൽക്കണ്ടേ? വാ അപ്പച്ച, ദേ ഇതാ സിൽവസ്റ്റർ. ആഹാ, എത്തിയോ? വരുമെന്ന് ഇവള് പറഞ്ഞായിരുന്നു. ആള് ഞാൻ വിചാരിച്ചേക്കാൻ മിടുക്കനാണല്ലോ. അതെ, അനാഥാലയത്തിൽ വളർന്നതെന്ന് പറയത്തേ ഇല്ല. ഒന്നും ആലോചിച്ചാ ആരാ മോനെ അനാഥരല്ലാത്തത്? എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു. അപ്പം ഞാൻ അനാഥനല്ലേ? ജീവിതത്തിലെ വലിയൊരു തത്വമാണ് അപ്പച്ചനിപ്പോൾ പറഞ്ഞത്. ഒന്ന് അനുഗ്രഹിച്ചേ.
കണ്ടോ അച്ഛന്മാർ വളർത്തിയതിൻ്റെ ഗുണം. ഒരച്ഛനെടുത്ത് വളർത്തിയതാന്ന് ഞാൻ പറഞ്ഞു. ഇതിവിടെ താഴെയുള്ള എനിക്കറിയാം, സിലോണ. സിലോണയല്ല സെലീന. ആ സെലീന, നല്ല ഉഗ്രം പേര്. 10ാം ക്ലാസ്സിലല്ലേ? അല്ല 9. അകത്ത് കയറിയിരിക്കും മോനെ. അതേട്ടാ ഒരു അമ്മച്ചിയുടെ മോനെ വിളി ഞാൻ കേൾക്കുന്നു. അനാഥനല്ലേ? ഒരു കണക്കിന് അനാഥനായ നന്നായി. സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ വേറെ ആർക്കും ചെലവിന് കൊടുക്കണ്ടല്ലോ. അതെ, എല്ലാം കർത്താവിൻ്റെ കാരുണ്യം. നീ പോയി മെഴുതിരി സിൽവിമോൻ കയറി ഇരിക്കേട്ടാ, ഞാൻ കൈയും കാലം കഴിയിട്ട് വരാം. സെൽവിച്ചായ. എന്ത് ചായ? ചായ അല്ല, ഇച്ചായനെ വിളിച്ചതാ സെൽവിച്ചായ എന്ന്. പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. അമ്മച്ചി, സലോമി എന്നെ വിളിച്ചു. ഹലോ എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കരച്ചിലാണ് കേട്ടത്. എന്താ ഉണ്ടായത്? സലോമിയോട് അവള് കിടപ്പാ മോനെ. ഒന്നും കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല. എന്താ കാര്യമെന്ന് പറ. അവളുടെ ജർമ്മനി പോക്ക് മുടങ്ങി. അയ്യോ, വിസയ്ക്ക് ഒരു 3 ലക്ഷം രൂപ കൂടി കൊടുക്കാനുണ്ടായിരുന്നു. ഈ വീട് സ്ഥലവും ബാങ്കിൽ പണയം വെക്കാന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ആധാരം ബാങ്കുകാരെ കാണിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. സലോമിയുടെ അപ്പച്ചൻ്റെ ഒരു പെങ്ങള് കന്യാസ്ത്രീയാ, ഇറ്റലിയിൽ. സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവരുടെ ഒപ്പില്ലാതെ ബാങ്കുകാർ പണം തരില്ല. എന്നിട്ട് ഇറ്റലി വിളിച്ചില്ലേ? വിളിച്ചു. അവൾ വന്ന് ഒപ്പിടാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ വരാൻ 1 മാസം കഴിയും. അവിടെ പോപ്പിൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കും അത്രേ. അപ്പോഴേക്കും വിസയുടെ കാലാവധി തീരും. 3 ലക്ഷം വേണമല്ലേ? മോൻ വ്യാകുലപ്പെടുവൊന്നും വേണ്ട. കർത്താവ് കനിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ മതി. സലോമി കരയാതിരിക്കുക. അവൻ എളുപ്പത്തിൽ കിട്ടുന്ന വിഷയമൊന്നുമില്ലല്ലോ. അത് കളയാൻ പാടില്ല. ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ. അമ്മച്ചി വിളിച്ചെഴുന്നേപ്പിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അസുഖമൊന്നും വരുത്തി വെക്കണ്ടേ. അവനെ ഒന്ന് തന്നെ. എന്താ പക്ഷേ നമുക്കൊരു കൂട്ടപ്രാർത്ഥന നടത്തിയാലോ? അന്നത്തെ പ്രാർത്ഥനയെ അത് വർക്കൗട്ട് ആയിട്ടില്ല. ഞാനൊന്ന് പോയിട്ട് വരാം. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണുള്ള പ്രാർത്ഥന. എൻ്റെ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്. ഉറപ്പാ നിൻ്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ച് മരിക്കും. അനിതേ, അമ്മയെ വിളിക്ക്. നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. ഇവിടെ ഒരാളെ ജർമ്മനി പോകുന്നു. എന്താ പ്രതിഭ? അമ്മ ദൈവം ജർമ്മനിക്ക് പോകുന്നു, നഴ്സിൻ്റെ പണിക്ക്. വിസയ്ക്ക് 3 ലക്ഷം രൂപ വേണോ അത്രേ. ഈശ്വര, നീ എന്നെ എങ്ങനെ ചിരിപ്പിക്കാതെ. നിനക്ക് എന്ത് പറ്റി പ്രകാശ? തമാശ അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും കാലായി, നീ ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ പണിയെടുത്തോ? പിന്നെ ജർമ്മനി. അമ്മ ഇവിടെ നക്കാപ്പിച്ച ശമ്പളമേ കിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സമരം ചെയ്യണം. അപ്പോൾ ആശുപത്രിക്കാരെ ഗുണ്ടകൾ വന്ന് മുട്ടുകാർ തല്ലി ഓടിക്കും. ഞാൻ 4 കാലം എഴുതാൻ നമ്മയ്ക്ക് കാണണം. നീ 2 കാലം നടന്നിട്ട് വല്ല ഗുണമുണ്ടോ? 4 കാലം ഒരു ചേഞ്ച് അല്ലടാ. ഒന്നിലും പണ്ടേ സംസ്കാരമില്ല. എടാ, ബൈക്ക് വിറ്റാലും പിന്നെ വേണ്ട പണം. കിട്ടുന്നതാവട്ടെ. എടാ, നിന്റെ അളിയനെ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് 6 കോടി ലോട്ടറി അടിച്ചില്ലേ? ഈ 3 ലക്ഷം അയാൾക്കൊരു പ്രശ്നമാണോ? 10 പൈസ കിട്ടില്ല. അയാൾ അല്പന. ലോട്ടറി അടിച്ചപ്പോൾ തന്നെ ഡ്രൈവർ ജോലി വേണ്ടെന്ന് വെച്ചില്ലേ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പറ. എന്തെങ്കിലും ഈട് കൊടുക്കണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എടാ, നമ്മുടെ ആ മാവുങ്കല കേശവനാരില്ലേ, ആ, പുള്ളി തരും. പക്ഷെ കൃത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. അതെ, കൊടുക്കാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഈട് കൊടുക്കാൻ വീടും സ്ഥലമൊക്കെ കൂട്ടുസ്വത്താ. അമ്മയത് തരില്ല. പക്ഷേ
കേശവന്നാര് വീണ വായിക്കണം. ഇവന് പ്രാണവേദനല്ലേ? ഈ വീണവാനിക്ക് പ്രാണവാനിക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്തെല്ലാരും കൂടെ? കേശവേട്ടനെ ഒന്ന് കാണാമെന്ന്. അയ്യോ, ചേട്ടൻ മൂന്നാറി ഭൂമി കയ്യേറാൻ പോയേക്കുവാ. ഭൂമി കയറാൻ? അതെ. അവിടെ പോലീസൊക്കെ ഉണ്ടാവില്ലേ? റിസ്ക് അല്ലേ? ഏയ്, വലിയൊരു കുരിശും കൊണ്ടാ ചേട്ടൻ പോയേക്കുന്നത്. കയ്യേറിയ സ്ഥലത്ത് ഈ കുരിശ് നാട്ടിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച് അളിയനെ ചെന്ന് കാണാൻ വഴിയുള്ളൂ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന എന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഒന്ന് മുട്ടി നോക്കാല്ലേ? മുട്ടി നോക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് കൊണ്ട് പോയിക്കോ. ഏതോ ഒരു കൃഷ്ണകുമാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ചേച്ചിയില്ലേ? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. നീയായിരുന്നോ? ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് കയറി വിളിച്ചതാ. സംഭാവനക്കാരെ കൊണ്ട് തോറ്റടാ. ഇന്നലെ തന്നെ ഒരു പള്ളിയിലച്ചൻ വന്നിരുന്നു. എന്തോ അനാഥ മന്ദിരം പണിയാണെന്ന് പറഞ്ഞിട്ട്. വസന്തയുടെ സ്വഭാവം അറിയാലോ, ചോദ്യമില്ല ഉത്തരവില്ല. അപ്പം തന്നെ 5 ലക്ഷം രൂപ എഴുതി കൊടുത്തു. ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഓ, എന്ത് സുഖം. ഈ വീടിൻ്റെ പണി കഴിയുന്നതിന് വരെ ഭയങ്കര ടെൻഷനാണ് എൻ്റെ പ്രകാശ. അതുകൊണ്ടല്ലേ അമ്മയെ കാണാൻ പോലും വരാൻ പറ്റാത്തത്. കണ്ടില്ലേ, കപ്പലിൻ്റെ മോഡലിലാണ് പണിയുന്നത്. വസന്തേട്ടന് കപ്പൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ എനിക്ക് പഴയ പോലെ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അല്ലേ? ചേച്ചിയുടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് ചേച്ചി. ഉഗ്രൻ ജോലി ജർമ്മനിയിൽ. പക്ഷേ ചേച്ചി അളിയനും ചെറുതായിട്ടൊന്ന് കനിയണം. എങ്ങനെ? ചേച്ചിക്ക് കാശ് ശരിയായിട്ടില്ല. ഒരു 3 ലക്ഷം രൂപ കുറവുണ്ട്. ശമ്പളം കിട്ടിയ ആദ്യം ആ കാശ് ഞാൻ തിരിച്ചു. പക്ഷേ വസന്തേട്ടനോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരണം. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നലെ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരായിരുന്നു? ഇന്നലെ എറണാകുളത്ത് നിൽക്കും. അത് എൻ്റെ കുറ്റാണോ? എടാ, ഇന്ന് രാവിലെയാണ് ലംബോർഗിനി വാങ്ങാൻ തീരുമാനിച്ചത്. കയ്യിലുണ്ടായിരുന്ന കാശെടുത്ത് അപ്പം തന്നെ അഡ്വാൻസും കൊടുത്തു. ലംബോർഗിനി നന്ദിനി എന്നൊക്കെ പറയുന്ന പോലുള്ള പശുവല്ലേ? നാടനാണെങ്കിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനൊക്കെയാണ്. ലംബോർഗിനി പശുവോ? എടാ പൊട്ട, ലംബോർഗിനി എന്ന് പറഞ്ഞാൽ വലിയ പണക്കാർ മാത്രം വാങ്ങുന്ന കാറാ. 2.5 കോടിയാ വില. എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. നടക്കില്ല പ്രകാശ. വസന്തേട്ടൻ കാശൊക്കെ ബിസിനസ്സിൽ ഇട്ടേക്കുക. നീ ചെല്ല്. ലംബോർഗിനിയെ പറ്റിയാണ്. നീ ബൈക്ക് വിറ്റു അല്ലേ? പിന്നെന്ത് ചെയ്യാൻ? അമ്മയെ ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന വിസ അല്ല ഇത്. നിന്നെ തീരെ വിശ്വാസമില്ലാത്തോണ്ട് ചോദിക്കുക. നിനക്ക് ശരിക്കും വിസ കിട്ടുമോ? എൻ്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഒരിക്കലും നന്നാവാൻ പാടില്ല. ഞാൻ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. അതും നീ പലതവണ ചെയ്തതാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു. വേറെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയതാണെങ്കിലും പ്രദീപന്റെ ഭാര്യ ഉണ്ടല്ലോ, നല്ല മനസ്സാ. നീ ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന അവക്ക്. പ്രദീപൻ അറിയാതെ അവളുടെ പേരിലുണ്ടായിരുന്ന ചിട്ടി പിടിച്ചു. ചുരിദാറും ഉടുപ്പുമൊക്കെ തയ്ച്ചു കിട്ടിയ കുറച്ച് പണം എൻ്റെയിലും ഉണ്ട്. എത്ര കാണും? काम करने आया तो काम करो, मोबाइल में टाइम पास मत करो. दोबारा कंप्लेंट नहीं आना चाहिए, समझा? गोपाल जी, मैं तो चुप रहो, सब जाओ, जाओ काम करो. ആ ഇതെങ്ങനെ ഇവിടെ? വണ്ടി കണ്ടപ്പോൾ തോന്നി ആളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. എന്താ പുതിയ തട്ടിപ്പ്? തട്ടിപ്പ്? ഗോപാൽജി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നല്ലാതെ. വണ്ടി കയറി. എല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ 1 ലക്ഷം പോയിട്ട് 1 രൂപ പോലും തരാൻ എൻ്റെ ഇല്ല. ഗോപാൽജിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് വിറ്റു. അമ്മ ഉള്ളതെല്ലാം നുള്ളിപ്പുറക്കി തന്നു. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ സലോമിയുടെ വിസ ക്യാൻസലാവും. ഞാൻ പെരുവഴിയിലും ആവും. ഒരു തിരിമറി കൂടി വന്ന 1 മാസം. അപ്പോഴേക്കും പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞാൽ ഇറ്റലിക്കാരിങ്ങി വരുമല്ലോ. എൻ്റെ അച്ഛന് ഗോപാൽജി എന്ത് ഇഷ്ടമായിരുന്നു. ഞാനെന്ന് ചെറിയ കുട്ടിയാണ്. അച്ഛൻ എന്നും വീട്ടിൽ വന്ന് പറയും ഗോപാൽജിയെ പറ്റി. ആ ഇഷ്ടം കൊണ്ടാണല്ലോ മലമ്പുഴ കാണാൻ പോകാൻ അന്ന് കാശ് തന്നത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്.
ഔചിത്യം ഇല്ലാത്തവൻ അപ്പം തന്നെ അടിക്കണം എന്നും പറയാറുണ്ട്. ആ ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. പുതിയല്ല. അല്ല, ഈ ടി വിയിലൊക്കെ പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്. ഗോപാൽജിയുടെ വീട്ടിൽ കുറച്ച് സ്വർണം വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലില്ല, അതാ പരസ്യം പറയുന്നവൻ്റെ വീട്ടിൽ കാണാം. അന്ന് കല്യാണത്തിന് വന്നപ്പോൾ ചേച്ചിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മാല അതൊരു 5-5 പവൻ കാണത്തില്ലേ? അത് നോക്കി വെച്ചു അല്ലേ? അത് വിറ്റാ 1 മാസത്തിനോ അതിനേക്കാളും നല്ലോണം വാങ്ങാം. അതവിടെ തരില്ല, ബേറിലുള്ള ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാണ്. പറയുന്നത് തെറ്റാണോന്ന് അറിയത്തില്ല. ഇതൊരു ജീവൻ മരണം പോരാട്ടം ആയതുകൊണ്ട് പറയാ ഗോപാൽജി. ചേച്ചി അറിയാതെ എടുത്തു തരാൻ പറ്റൂ? അത് ശരി, മോഷണം. ഇതെങ്ങനെയാ മോഷണമാകുന്നത്? ഗോപാൽജി ഒന്ന് ആലോചിക്കും. സ്വന്തം ഗുരുനാഥന്റെ മകന്റെ ജീവിതമാണോ വലുത്, 1 മാസത്തിനകം തിരിച്ചു കൊടുക്കുന്ന സ്വർണ്ണമാലയാണോ വലുത്? അതല്ല പ്രശ്നം. ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു ഭർത്താവാണോ? സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ? പ്രകാശ, ഉറപ്പൊന്നും തരാൻ പറ്റില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം. അത് മതി, അത് മതി. ഗോപിയേട്ടനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ബിന്ദയുടെ പാസ്പോർട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നു. എപ്പോ വന്നു? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വരുമ്പോൾ പടക്കം പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ചായ തരുമോ? സാധാരണ ബുധനാഴ്ച വരാറില്ലല്ലോ. സത്യത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ഫോട്ടോ അയച്ചു തരത്തില്ലായിരുന്നോ? ഫോട്ടോ പോലെയാണോ നേരിൽ കാണുന്നത്? അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ വന്നാന്ന് പറഞ്ഞതോ? കൂട്ടത്തിൽ പാസ്പോർട്ട് എന്താ ശബ്ദം കേട്ടല്ലോ? നിന്റെ അച്ഛനും മതം പൊട്ടിയതാ. മതം പറഞ്ഞാൽ എന്താ വെച്ചാ? മതം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദു മതം. അതെങ്ങനാ പൊട്ടുന്നേ? നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ചെല്, എനിക്കൊന്ന് ഉറങ്ങണം. അച്ഛാ, ഒരു കാര്യം പറയട്ടെ. എന്ത്? ഇത്തവണേ കന്യാകുമാരിയിലേക്കാണ് ഞങ്ങളുടെ എക്സ്കർഷൻ. അതിന് അല്ല, എവിടേക്കായാലും അതിനുള്ള ചെലവ് ഞാൻ തരും. പണ്ടുള്ള മലമ്പുഴയുടെ ഒരു കുരിശ് ഇതുവരെ തീർന്നിട്ടില്ല. തൽക്കാലം നീ ചെല്ല്, എനിക്കൊന്ന് ഉറങ്ങണം. ചായക്ക് മുമ്പ് ഇതങ്ങ് കഴിക്കാം. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നീ ഒരു സിനിമ കണ്ടിട്ട് നാളെത്രയായി? നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കുറുനരി. പോയി കണ്ടോളൂ. ഇപ്പോഴോ? ഫസ്റ്റ് ഷോ തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പിള്ളേരെയും വിളിച്ചോ, എനിക്ക് ആ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. അത് ശരി. ഗോപിയേട്ടനില്ല സിനിമ കാണാൻ പോവാനോ? എന്താ പ്രശ്നം എന്നറിയോ? ഗോരഖ്പൂരിലെ തൊഴിലാളികൾ ട്രെയിൻ ഇറങ്ങിയത് പുലർച്ചെ 3 മണിക്കാണ്. എല്ലാത്തിനെയും ബാഗ് വെച്ച് ഉറക്കിയപ്പോഴേക്കും നേരം വെളുത്തു. ഞാൻ ഉറങ്ങിയില്ല. അവിടെ ഉറങ്ങും ബംഗാളികളുടെ ശല്യം. സിനിമയ്ക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ വാതിൽ നടക്കട്ടെ. ഒരു മിനിറ്റ്, ചായ എടുക്കട്ടെ. പഴമുണ്ടല്ലോ, ചായ വേണ്ട, ഞാൻ ഉറക്കട്ടെ. ഗോപിയേട്ടന് ഇത് എന്ത് പറ്റി? വാതിലടയ്ക്കുന്നു, ചായ വേണ്ടെന്ന് പറയുന്നു. പുതിയ ശീലങ്ങളാണല്ലോ. നീ ഒന്ന് പോകുന്നുണ്ടോ?